welcome back to my channel and welcome to a new video. So mummy is back in our channel. Yes, I'm back. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ അധികം നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ്. മമ്മി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫുഡ് റിവ്യൂ ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ. യെസ്, അപ്പം ഞാൻ ആക്ച്വലി തായ്ലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെൻ ഐ കെയിം ബാക്ക് ഫ്രം ദെയർ ഞാൻ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നു. ഈ കവർ നിറയെ നമുക്ക് ട്രൈ ചെയ്യാനുള്ള ഇതെല്ലാം എനിക്കുള്ള സ്നാക്സ് ആണ്. പക്ഷെ നമുക്കിത് ലൈക്ക് ഇത് തായ്ലൻഡിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഫ്ലേവേഴ്സ് ആൻഡ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. കുറച്ചില്ലേ? അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. ഇത് ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഞാനിങ്ങനെ സേഫ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് ആക്ച്വലി കുറച്ച് സ്നാക്സ് ഉണ്ട്, കുറച്ച് സ്വീറ്റ്, കുറച്ച് ചോക്ലേറ്റ്, അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പം ഐ തോട്ട് ഐ വിൽ ഡു ദിസ് വിത്ത് മോം സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഫൺ. മമ്മി എക്സൈറ്റഡ് ആണോ? Yes, yes. Very much excited? Yes. Okay. അപ്പോൾ without any further ado, let's get started. All right. സോ ഇതാണ് കേട്ടോ നമുക്ക് ഉള്ള കവർ. ആൻഡ് ഇത് ഞാൻ ആക്ച്വലി എല്ലാം പർച്ചേസ് ചെയ്തത് 7-Eleven എന്ന് പറഞ്ഞ ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്നാണ്. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ ഗ്രോസറി സ്റ്റോർസ് ഉണ്ടാവത്തില്ലേ, പക്ഷേ തായ്ലാൻഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് 7-Eleven. അവിടെ നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ആ ഒരു സ്ട്രീറ്റിൽ 7-Eleven ഉണ്ടാകും. അപ്പം ഇവിടുത്തെ പോലെ വേറെ വേറെ ഷോപ്പ് നെയിം, വേറെ വേറെ ബ്രാൻഡ്സ് അങ്ങനൊന്നും ഇല്ല, ഒരു 7-Eleven ഉള്ളൂ. ഓക്കെ, അപ്പം അവിടെ മാത്രം കിട്ടുന്ന കുറച്ച് സ്നാക്സ് ആണിത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തെന്ന് സ്റ്റാർട്ട് ചെയ്യണം? ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ചിപ്സ് സ്റ്റാർട്ട് ചെയ്യണം? ചോക്ലേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. മധുരം വാങ്ങിക്കോട്ടെ. മധുരം ഭയങ്കര ഇഷ്ടമാണ്, ലൈക്ക് ഇൻ കേസ് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ബൈ ദാറ്റ്. ഓക്കെ, അപ്പം ചോക്ലേറ്റ്സിൽ എനിക്ക് ഫസ്റ്റ് നമുക്കുള്ളത് ഈ 2 ഓപ്ഷൻസ് ആണ്. ഇത് പോക്കി എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ, ഇതുപോലെ ഇരിക്കുന്നത്. ആൻഡ് ഇത് ആക്ച്വലി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവറും ഉണ്ട്, സ്ട്രോബെറി ഫ്ലേവറും ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്താ പറയുക, യം അങ്ങനെ എന്തോ പറഞ്ഞൊരു എന്താ പറയുക ഒരു ബ്രാൻഡാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. സോ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഏത് ഫ്ലേവറാണ് വേണ്ടത് ഫസ്റ്റ്? ചോക്ലേറ്റ് ഓർ സ്ട്രോബെറി? സ്ട്രോബെറി. ഓക്കെ, സോ ലെറ്റ്സ് ഓപ്പൺ. മമ്മിയുടെ എക്സൈറ്റ്മെന്റ്. സ്ട്രോബെറിയുടെ നല്ല സ്മെല്ലുണ്ട്. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. നിങ്ങൾക്ക് കഴിക്കില്ല കേട്ടോ, വെയിറ്റ്. ദേ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ആക്ച്വലി അകത്ത് ബിസ്ക്കറ്റും ആൻഡ് കവേർഡ് വിത്ത് സ്ട്രോബെറി. ഇത് നമ്മുടെ മറ്റേ ദീപാവലിക്ക് നമ്മൾ മറ്റേ എന്താ കമ്പിത്തിരി. സോ ഓൾ റൈറ്റ്, സോ സ്റ്റാർട്ട്. നല്ല ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് അകത്ത് ബിസ്ക്കറ്റും അതിന്റെ മേലിൽ ജസ്റ്റ് ഒരു കോട്ട് സ്ട്രോബെറിയും. വാനില ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. വാനില ടേസ്റ്റ് വരുന്നുണ്ടോ? ഇതിൽ എഴുതിയേക്കുന്ന സ്ട്രോബെറി എന്നാണ്. അകത്തൊരു വൈറ്റ് കളർ നല്ലുണ്ട്. നൈസ്. സോ സ്ട്രോബെറി ഫ്ലേവർ അപ്രൂവ്ഡ്. നമുക്കിത് പിന്നെ തരാം കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ നോക്കാം. മമ്മിക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ആണ് ഇഷ്ടം, സ്ട്രോബെറി ഫ്ലേവർ ആണ് പൊതുവേ ഇഷ്ടം? പൊതുവേ മമ്മിക്ക് സ്ട്രോബെറി ആണ് ഇഷ്ടം. സോ ഇതിന് സെയിം തന്നെയാണ്, ബട്ട് ജസ്റ്റ് കോട്ടിങ് ചോക്ലേറ്റിൻ്റെ. ട്രൈ ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് എനിക്കിത് ഇഷ്ടമായിട്ട്, ബിക്കോസ് എനിക്ക് യൂഷ്വലി ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടം. നമുക്കത് ഇഷ്ടപ്പെട്ടു. ഇതാണ് സ്ട്രോബെറി ആണോ? സ്ട്രോബെറി ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്ട്രോബെറി ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ചൊരു ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് ഐ ലൈക്ക് ഇറ്റ്. മമ്മിക്ക് അത്രയും ഡാർക്ക് ചോക്ലേറ്റ് അത്രയും ഇഷ്ടമല്ല, അതുകൊണ്ട് സോ സ്ട്രോബെറിയാണ് നമ്മുടെ ഫേവറേറ്റ്. മമ്മീനെ താഴെ തരാട്ടോ, വേണ്ട. ഓൾ റൈറ്റ്, സോ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്നാക്കിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പേരൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അവരുടെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. വീറ്റ് ആൻഡ് ടപ്പിയോക്ക സ്നാക്ക്. ടപ്പിയോക്ക. നമ്മുടെ കപ്പ, ടപ്പിയോക്ക കപ്പ. വീറ്റ് ആൻഡ് ടപ്പിയോക്ക സ്നാക്ക് സ്പൈസി എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവരുടെ ലൈക്ക് മോസ്റ്റ് ഓഫ് ദ സ്പൈസി ഫുഡ് എടുക്കുകയാണെങ്കിൽ അതിലെല്ലാം അവർ പറയുന്ന മാല ഫ്ലേവർ എന്ന്. ഇത് കണ്ടോ, മാല ഫ്ലേവർ. ഐ തിങ്ക് മാല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മറ്റേ റെഡ് കളർ ചില്ലി ഇല്ലേ, അതാന്ന് തോന്നുന്നു അവരുടെ ഭാഷയിൽ
ബിക്കോസ് ദേ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ. സോ ഇതാണ് നമ്മുടെ വീറ്റ് ആൻഡ് ടപ്പിയോക്ക സ്നാക്സ് സ്പൈസി. ഐ ലവ് സ്പൈസി. മമ്മിക്ക് സ്പൈസി ആണോ സ്വീറ്റ് ആണോ ഇഷ്ടം? എനിക്ക് നേരെ ഓപ്പോസിറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പൈസിയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് വൺ ഈസ്. ഇത് ടപ്പിയോക്ക ഇതിങ്ങനെ ക്രാബിന്റെ ഷേപ്പ് ആട്ടോ. ഇതുണ്ടോ ക്രാബിന്റെ. ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളാണ്. എങ്ങനെയുണ്ട്? ഇത് എന്തൊരു ടേസ്റ്റ് എന്നറിയാം. നമ്മുടെ പിക്നിക് എന്ന് പറഞ്ഞൊരു ആ സെയിം ലുക്കും ആ സെയിം ലെവൽ ഓഫ് സ്പൈസിനെസ്സും ആട്ടോ. എല്ലാം ഒരേ, എല്ലാം ക്രാബാണ്, എല്ലാം ക്രാബിന്റെ ഷേപ്പിലാണ്. നൈസ്. ഇഷ്ടപ്പെട്ടോ? ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് നല്ലതാണ്. എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആൻഡ് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ. ലൈക്ക് ഇത് എന്താ പറയാ, നമ്മുടെ ലേസ് പോലെ കുറച്ച് മാത്രമല്ല, ഇതിലേക്ക് അത്യാവശ്യം നല്ലതുപോലെ ഉണ്ട് അതിൻ്റെ അകത്ത്. നേരത്തെ പൊട്ടിച്ചായിരുന്നെങ്കിൽ പിള്ളേര് വന്നപ്പോൾ കൊടുക്കാറുണ്ടല്ലോ എല്ലാവർക്കും. ഓക്കെ, നൈസ്. ദിസ് വൺ ഈസ് അപ്രൂവ്ഡ്. സോ നെക്സ്റ്റ് അപ്പ് നമുക്കുള്ളത് പൊട്ടാറ്റോ റിംഗ് ചീസ് ഫ്ലേവറിന്റെ. സോ ഇത് പൊട്ടാറ്റോ റിംഗ്സ് ആണ്. ഇതുപോലെയൊക്കെ നമ്മളിവിടെ കടച്ചിട്ടുണ്ടല്ലോ. ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ പൊട്ടിക്കാം. ഇനി പറഞ്ഞ പോലെ ദേ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഓയ്യോ, ഇത് കളിപ്പീരാണല്ലോ. വെയിറ്റ് ഓർമ്മയുണ്ട്. നമ്മുടെ പ്രിങ്കിൾസ് ഇല്ലേ, പ്രിങ്കിൾസിന്റെ എക്സാക്ട് ടേസ്റ്റ് ബട്ട് ചീസ് ഫ്ലേവർ. നൈസ് നൈസ്. മതി. കഴിച്ചോ? ഇത് പറഞ്ഞത് നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി ആണ്. നൈസ്. നെക്സ്റ്റ് നമുക്ക് ഇതേക്കുന്നത് ഇത് ആക്ച്വലി ചോക്ലേറ്റ് സീരിയൽ ഫിൽഡ് വിത്ത് ക്രീമാണ്. ഇത് ആക്ച്വലി നമ്മൾ ഈ ചോക്കോസ് ഒക്കെ കഴിക്കത്തില്ലേ പാലിന്റെ കൂടെ, അതിന്റെ കൂടെ അങ്ങനെയും കഴിക്കാം, സീരിയലായിട്ടും കഴിക്കാം. ബട്ട് ഇതിൽ ചോക്ലേറ്റിന്റെ അകത്ത് വാനില ഫ്ലേവറിലേക്ക് ഫിൽഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ചുമ്മാ കഴിക്കാൻ നല്ലതായിരിക്കും. സോ ഇതിനകത്ത് കുറെ ഉണ്ട് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. കഴിക്കാം. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ഒരു ചോക്ലേറ്റിന്റെ പേരുണ്ടായിരുന്നു ആ സ്റ്റിക്ക് പോലെ, ചോക്കോ സ്റ്റിക്ക്. അതിന്റെ സ്റ്റിക്ക് നമ്മുടെ ഈ അതിന്റെ ബ്രാൻഡ് മാഡ് ചോക്കോ സ്റ്റിക്ക് അങ്ങനെ ഒരു ബ്രാൻഡില്ലേ നമ്മളിങ്ങനെ റോൾ ആയിട്ട് കിട്ടുന്നത്, അതിന്റെ സെയിം ടേസ്റ്റ് ആണ്. നമുക്കിത് ചുമ്മാ ഇതുപോലെ ആയാലും കഴിക്കാൻ നല്ലതാണ്. നമുക്ക് സീരിയലിന്റെ കൂടെ ആണെങ്കിലും നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഐ തിങ്ക് വിത്ത് കോൾഡ് മിൽക്ക് ടു ബി നൈസ്. നമുക്ക് നാളെ ട്രൈ ചെയ്യാം. കോൾഡ് മിൽക്കിന്റെ കൂടെ ഇത് നല്ലതായിരിക്കും. അടുത്തത് നമുക്ക് വീണ്ടും ഒരു സ്പൈസി മാല ഫ്ലേവേർഡ് എന്തോ ആണ്. പക്ഷെ ഇത് എന്താണ് നമുക്ക് ഇവരുടെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. നമുക്കിത് എന്താ എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതാണ് പൊട്ടാറ്റോ ചിപ്സ് ഇല്ലേ, സെയിം തിങ്. നമ്മുടെ പൊട്ടാറ്റോ ചിപ്സിന്റെ അഗൈൻ ലൈക്ക് മാല ഫ്ലേവേർഡ് ആണ്. ലെറ്റ്സ് ട്രൈ. ഇത് പൊട്ടാറ്റോ ആണ്. എന്തോ വേറെ മസാല അതാണ് മാല ഫ്ലേവേർഡിന്റെ. മീൻസ് അതായിരുന്നു മറ്റേതിലും നമുക്ക് ആ ഒരു ടേസ്റ്റ് വന്നല്ലേ. സ്പൈസി ആണ്. ആൻഡ് ഇവരുടെ എന്തോ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ മാല ഫ്ലേവേർഡ് ആണ്. ഇറ്റ്സ് നൈസ്. സ്പൈസി ആണ് ബട്ട് ഇറ്റ്സ് പ്രിറ്റി നൈസ് അല്ലേ. ഇതെല്ലാം ഈവനിങ് സ്നാക്സിന് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ബെസ്റ്റാണ്. നൈസ്. നെക്സ്റ്റ് അപ്പ് നമുക്ക് ഈ ഡ്രൈഡ് മാംഗോ ഉണ്ട് കേട്ടോ. ലൈക്ക് ഉണക്ക മാങ്ങ, പക്ഷെ പഴുത്ത മാങ്ങ ഉണക്കിച്ചതാണ്. ആൻഡ് ഇത് ആക്ച്വലി തായ്ലൻഡിൽ മാംഗോസ് കോക്കനട്ട് അതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. സോ ഇവിടെ നമുക്കിത് നല്ല
ഡ്രൈഡ് മാംഗോ കിട്ടും. ആൻഡ് ആക്ച്വലി നമുക്ക് ദുബായിൽ ലുലു മോളിലും നമുക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. അവിടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നത് ലൈക്ക് പ്യോർ മാംഗോ ആണ്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. സോ വി ഹാവ് ലൈക്ക് ദ നോർമൽ മാംഗോ ആൻഡ് ഇത് നമുക്ക് സ്പൈസി, ഇത് കണ്ടോ സ്പൈസിയാണിത്. സോ നമുക്ക് ഏതാ ട്രൈ ചെയ്യണ്ടേ? സ്പൈസി തന്നെ ട്രൈ ചെയ്യാം. അല്ലേ? ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ട് സെയിമാണ്. എനിക്കത് അവിടെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഐ തിങ്ക് പിന്നീട് സിസറോ നമുക്ക് ഇനി മറ്റേ സ്പൈസി ഡ്രൈഡ് മാംഗോ ട്രൈ ചെയ്യാം. എടുത്തോ. ഓക്കെ, ഇതിൽ സ്പൈസി എന്ന് പറഞ്ഞാൽ എന്ത് ഇത് പഞ്ചസാരയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ലൈക്ക് ഉപ്പായിരിക്കും ചിലപ്പോൾ. ആ ഉപ്പാ, ശരിയാ. കഴിച്ചോ. നല്ല ഉണ്ടല്ലേ, മധുരമുണ്ട്, നല്ല പുളിയും ആണോ. വെരി നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലും ഉണ്ട്, സ്പൈസി ഉണ്ട്. തുറക്കണ്ടല്ലോ, വേണ്ട. Nice, very nice. Very nice. All right, so mummy, we have come to the last നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും സ്വീറ്റ് വെച്ചിട്ട് നമ്മൾ എൻഡ് ചെയ്യുന്നതും സ്വീറ്റ് വെച്ചിട്ട്. ഇത് ആക്ച്വലി ഗമ്മി ചോക്ലേറ്റ്സ്, ഗമ്മി ബെയർ ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതിങ്ങനെ വായിലിടുമ്പോൾ നമ്മൾ ചൂ ചെയ്യണം അതുപോലെ. ഓക്കെ, ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. എനിക്ക് യൂഷ്വലി ഗമ്മി ചോക്ലേറ്റ്സ് ഐ ലൈക്ക്. ലെറ്റ്സ് സീ ദിസ് വൺ. ഇത് ആക്ച്വലി ഐ തിങ്ക് ബെറി ഫ്ലേവർ ആണ്. This is how it looks. I love this one. ചെറിയൊരു സ്ട്രോബെറി ആണ്. പുളിയുണ്ട്, മധുരമുണ്ട്. വെരി നൈസ്, ലൈക്ക് നൈസ്. ഇത് ആക്ച്വലി ഞാൻ മുമ്പ് എങ്ങാണ്ട് വേറെ ഒരു വീഡിയോയിൽ ആരോ ഈ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ ഈ സെയിം സാധനം ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോഴേക്കും അടുത്ത അഡ്ജസ്റ്റ് ചെയ്തത്. ബിക്കോസ് അവരതിന് നല്ലതെന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ടായിരുന്നു. ആണോ? നൈസ്. അപ്പം അത്രേ ഉള്ളൂ. എല്ലാം നന്നായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. എവറിത്തിങ് വാസ് നൈസ്. പക്ഷെ ഒരുപാട് ഫേവറേറ്റ് ഏതായിരുന്നു? എനിക്ക് ടപ്പിയോക്ക, അതും എനിക്ക് ഇഷ്ടമായി. പിന്നെ ആദ്യം എടുത്തത് പോക്കി, സ്ട്രോബെറി ഫ്ലേവർ. അത് രണ്ടും എനിക്ക് ഇഷ്ടമായി. ഈ 7-11 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റോറിൽ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും വാങ്ങിച്ചുള്ളൂ. ബിക്കോസ് നമുക്ക് അറിയത്തില്ല നമ്മൾ കഴിക്കുമോ. ബിക്കോസ് ഒരു ഫ്ലേവേഴ്സ് ഒക്കെ വേറെ ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ട് ഐ തോട്ട് കുറച്ച് വാങ്ങിച്ചിട്ട് നമുക്ക് നോക്കാമെന്ന്. ബട്ട് എല്ലാം നല്ലതായിരുന്നു. ഇപ്പൊ തോന്നുന്നു കുറച്ചുകൂടെ വാങ്ങിക്കായിരുന്നു എന്ന്. സോ ബേസിക്കലി ആ ഒരു സ്റ്റോറിലുണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് അല്ലേ. അവിടെ 7-11 നല്ല അടിപൊളി ബർഗേഴ്സ് കിട്ടും. അതും ഇതുപോലെ പാക്ഡ് ആയിട്ട്. നമുക്ക് മെക്ഡിയിലും KFCയിലൊക്കെ ബർഗേഴ്സ് കിട്ടത്തില്ല. അതുപോലെ ഓൾറെഡി ഇങ്ങനെ പാക്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ പിക്ക് ചെയ്യാം. പക്ഷെ അത് ഇറ്റ് വോണ്ട് സ്റ്റേ ഇറ്റ് റീച്ചർ. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. അതും ഭയങ്കര ഫേമസ് ആണ് 7-11. സോ ഇഫ് യു ആർ ട്രാവലിംഗ് ടു എനി ഏഷ്യൻ കൺട്രീസിലെല്ലാം 7-11 ഉണ്ട്. സോ യു വിൽ ഫൈൻഡ് ഇറ്റ് ദേർ. ജസ്റ്റ് ലൈക്ക് ഗോ ആൻഡ് ഗെറ്റ് ദീസ് തിങ്സ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. So thank you for watching. I hope all of you enjoyed watching this video. So I'll see you all in the next video. Until then, take care, stay blessed. Bye bye.